ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അനിഴം നക്ഷത്രത്തിൻ്റെ 2026 ആണ്ട് മെയ് ജൂൺ മാസങ്ങളിലെ ഗുണദോഷഫലങ്ങളാണ്. ഈ മാസങ്ങളിലെ ഈ അനിഴം നക്ഷത്രക്കാർക്ക് ചതുർയോഗമൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നേട്ടം ഉള്ള സമയമാണ്. എന്നാൽ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അത്ര ഗുണകരമല്ല. മേലുദ്യോഗസ്ഥൻ്റെ അപ്രതി സമ്പാദിക്കുന്ന സമയം കൂടിയാണ്. മാനുഷിക മൂല്യങ്ങളെ മാനിച്ച ശത്രുക്കളെ പോലും സഹായിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഏത് കാര്യത്തിലും ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും നിങ്ങൾക്ക് നിഴലിച്ചു നിൽക്കും. സ്വജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ അഹോരാത്രം പ്രയത്നിക്കുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ്. അവർ ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്ന സമയമാണ്. സന്താനങ്ങൾക്കൊക്കെ അശുഭ ചിന്തകളും സംശയങ്ങളും നിങ്ങൾ പാടെ ഉപേക്ഷിക്കേണ്ട സമയമാണ്. ആത്മവിശ്വാസത്താൽ പുതിയ ചുമതലകൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. പ്രതികൂല സാഹചര്യങ്ങളെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന സമയമാണ്. ഉപരിപഠനത്തിന് യോഗം കാണുന്നു. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലൊക്കെ ഉയർച്ച ഉണ്ടാവും. സാമ്പത്തിക നേട്ടവും ഉണ്ടാവും. യാത്രകൾ കുറച്ച് അധികരിച്ചിരിക്കുന്ന സമയം കൂടിയാണ് ഈ 2 മാസം. മാതാപിതാക്കളുടെ ആവശ്യങ്ങളൊക്കെ ഒരുവിധം പരിഗണിക്കുകയും ചെയ്യും. നിങ്ങളൊക്കെ വാഹനം മാറ്റി വാങ്ങാനുള്ള സാധ്യത കാണുന്നു. ചിലരൊക്കെ വാഹനം പുതിയത് വാങ്ങാനോ ഉള്ളത് മാറ്റി വാങ്ങാനോ ഉള്ള സാധ്യത കാണുന്നു. ഈശ്വരാനുഗ്രഹവും ധനലാഭവും കാണുന്ന സമയമാണ് ഈ 2 മാസം. വസ്തു സംബന്ധമായിട്ടുള്ള ചില തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മാനസിക വിഷമങ്ങളിൽ ഉലച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കളെ എല്ലാവരെയും അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കരുത്. ചിലരുടെ ഭാഗത്തുനിന്ന് ചില ചതി അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള കുത്തിത്തിരിവൊക്കെ ഉണ്ടാകും. ചിലരുടെ പ്രവൃത്തികളൊക്കെ നിങ്ങൾക്ക് മനസ്സിന് വിഷമമുണ്ടാക്കും. അതുപോലെ തന്നെ ചില വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾക്ക് യഥാവിധി പാലിക്കാൻ സാധിക്കുകയില്ല. സാമ്പത്തികമായിട്ടോ മറ്റു രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ ചില സമയത്ത് നിങ്ങൾക്ക് പാലിക്കാൻ സാധിക്കുകയില്ല. പൊതുവെ ചെറുതൊക്കെ ഉണ്ട്. എന്നാലും ചില കാര്യങ്ങളിലൊക്കെ ഗുണദോഷമുള്ളത് കൊണ്ട് നിങ്ങൾ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കുന്നത് ഗുണകരമാണ്. ചൊവ്വാഴ്ചകൾ ഭഗവാന്റെ ഇഷ്ടവഴിപാടൊക്കെ ചെയ്യുക. ഷഷ്ടിവ്രതമൊക്കെ നിങ്ങൾ എടുക്കുന്നത് ഗുണകരമായിരിക്കും. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾക്ക് ഈ വർഷം മുഴുവൻ ഗുണകരമായി മാറുന്നതാണ്. അപ്പോൾ ഭഗവാന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിക്കുക. ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.